Now illustration number 37. From the following information, compute depreciation allowance ആണ് കണ്ടുപിടിക്കേണ്ടത്. So depreciation problem ആണ് of Messrs. Latha Associates, a firm of chartered accountants in Jaipur. Okay. So car, computer, furniture, office building, staff quarters, book purchased. New computer was purchased on date is given at cost 40,000 and another one on 2nd October 2020 for 30,000. Office building വിറ്റിട്ടുണ്ട്. പുതിയ ഓഫീസ് ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ഇൻ ഫെബ്രുവരി 2021 at a cost of rupees 10 lakh. So depreciation allowance കണ്ടുപിടിക്കണം. So to maintain an order, ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യും ബിൽഡിങ്ങിൽ റെസിഡൻഷ്യൽ പർപ്പസ് ബിൽഡിംഗ് ഉണ്ടോ. So I'm taking the question. See, staff quarters 1 lakh. So ഇവിടെ ഈ ഒരു സംഭവം ഉണ്ട്. സോ ഇതിൻ്റെ ഡിപ്രിസിയേഷൻ്റെ റേറ്റ് 5%. സോ ഇതിൻ്റെ ബ്ലോക്ക് 1 5% റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഓക്കെ, നൗ ഞാൻ എടുത്ത് നോക്കി രണ്ടാമത്തത് നോൺ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ടോ നോക്കണം. അതായത് ഓഫീസ് റിലേറ്റ് ചെയ്ത ഓഫീസ് ബിൽഡിംഗ് ഉണ്ടോ നോക്കണം. സോറി, നോട്ട് കമേഴ്ഷ്യൽ, നോൺ റെസിഡൻഷ്യൽ, താമസത്തിനല്ലാണ്ട് കമേഴ്ഷ്യൽ പർപ്പസിനുള്ള ബിൽഡിംഗ് ഉണ്ടോ നോക്കണം. ഇതാ ഓഫീസ് ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ബ്ലോക്ക് നമ്മുടെ ഈ ഓഫീസ് ബിൽഡിംഗ് വരും. ഓഫീസ് ബിൽഡിങ്ങിൽ ഇവിടെ ഒരു ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ബുക്ക് വാല്യൂ തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് WDV തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഓഫീസ് ബിൽഡിംഗ് വിറ്റിട്ടുണ്ട്, ഓഫീസ് ബിൽഡിംഗ് വാങ്ങിയിട്ടുണ്ട്, ഡേറ്റും തന്നിട്ടുണ്ട്. സോ അതിൻ്റെ കാൽക്കുലേഷൻ ദാറ്റ് വിൽ ബി അവർ ബ്ലോക്ക് നമ്പർ 2. അപ്പോൾ ഇനി ബ്ലോക്ക് നമ്പർ 3 ടെമ്പററി കൺസ്ട്രക്ഷൻ ഇല്ല. ഫേർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് ഉണ്ടോ? ഫേർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് ഉണ്ട് ഇവിടെ 30,000. സോ വേറെ ഫേർണിച്ചർ വാങ്ങി വിറ്റ് ഒന്നും പറയുന്നില്ല. സോ എൻ്റെ ഫേർണിച്ചർ ആയിരിക്കും ഇതെൻ്റെ ബ്ലോക്ക് നമ്പർ 2, ഫേർണിച്ചർ ആയിരിക്കും എൻ്റെ ബ്ലോക്ക് നമ്പർ 3. നൗ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ് അടുത്ത് വരിക. പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ മോട്ടോർ കാർ ഉണ്ടോ എന്ന് ഞാൻ നോക്കി. കാറുണ്ട്, വെറും കാർ ഒന്നും പറയുന്നില്ല. അപ്പോൾ കാറിൻ്റെ റേറ്റ് 15% ആയിരിക്കും. സോ കാർ ഫോർ പ്രൊഫഷണൽ റിക്വയർമെൻറ്റ് ഇസ് ദർ. സോ അതായിരിക്കും എൻ്റെ ബ്ലോക്ക് നമ്പർ 4. പിന്നെ കാറിൻ്റെ കേസിലാണെങ്കിൽ കാറും വേറെ ഒന്നുമില്ല, ആ ഒരു കാറ് മാത്രമേ ഉള്ളൂ 8 ലാഖിൻ്റെ. ഓക്കെ, സോ കാറ് കഴിഞ്ഞ് ഞാൻ ഓഷ്യൻ ഷിപ്പില്ല, ലോറീസ് ഇല്ല, ഇതൊന്നുമില്ല. കമ്പ്യൂട്ടർ ഇസ് ദർ. കമ്പ്യൂട്ടർ ഉണ്ടോ? ഉണ്ട്. സോ കമ്പ്യൂട്ടറിൻ്റെ കേസിൽ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പണിംഗ് WDV തന്നിട്ടുണ്ട്. പുതിയ 2 കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. സോ ദാറ്റ് വിൽ ബി അവർ ബ്ലോക്ക് നമ്പർ 5. സോ ഇതെൻ്റെ ബ്ലോക്ക് നമ്പർ 5. ഇനി ബാക്കി വരുന്നത്, സോ ഇത് കഴിഞ്ഞ് ഇനി ബുക്സ് ഉണ്ട്. ബുക്സ് ഓൺ. സോ ബുക്ക് പ്രൊഫഷണൽ റിക്വയർമെൻറ്റിന് വാങ്ങിച്ച 2 ബുക്ക് ഉണ്ട്. സോ ഇതും എൻ്റെ ബ്ലോക്ക് നമ്പർ 6. ഓക്കെ, സോ ഓഫീസ് ബിൽഡിങ്ങിന് 10% ആണ്. ഫർണിച്ചറിനും 10% ആണ്. ദെൻ കാറിന് 15%, കമ്പ്യൂട്ടറിന് 40%, ബുക്കിന് 40%. സോ നമുക്കിനി കണക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യൂല. ഞാനിവിടെ ബ്ലോക്ക് നമ്പർ 1 എടുക്കുവാണ്, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്. സോ ബ്ലോക്ക് നമ്പർ 1 സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എടുത്തു, ദാറ്റ് ഈസ് 1 lakh. സോ ഞാനിവിടെ മറിച്ചിട്ട് ബ്ലോക്ക് നമ്പർ 1 ബിൽഡിംഗ്, റെസിഡൻഷ്യൽ പർപ്പസിനുള്ള ബിൽഡിംഗ്, അതിൻ്റെ ഓപ്പണിംഗ് WDV 1 lakh, പർച്ചേസ് സെയിലും ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ 5% കണ്ടു. ഇതാണ് എൻ്റെ ഡിപ്രിസിയേഷൻ. ഇനി എൻ്റെ ബ്ലോക്ക് നമ്പർ 2 ഞാൻ നോക്കി. ബ്ലോക്ക് നമ്പർ 2 ഓഫീസ് ബിൽഡിംഗ് ആണ്. അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ 1 lakh. സോ ഞാനിവിടെ ബ്ലോക്ക് നമ്പർ 2 എഴുതി, അതിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ. സോ ഇതിൻ്റെ കാൽക്കുലേഷൻ ഇവരിവിടെ ചെയ്ത് കാണിച്ചിട്ടില്ല. സോ ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ സോ ഫസ്റ്റത്തേത് നിങ്ങൾ ചെയ്തേക്കണേ. ഇനി ഞാൻ ബ്ലോക്ക് നമ്പർ 2 ചെയ്യാം. കമേഴ്ഷ്യൽ പർപ്പസ് ബിൽഡിംഗ്, ദാറ്റ് ഈസ് ഓഫീസ് ബിൽഡിംഗ്, WDV 1 lakh പ്ലസ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പ്ലസ് 10 lakh. സോ 11 lakh കിട്ടി. 11 lakh. സെയിൽ ഉണ്ട്, ലെസ് സെയിൽ. വാങ്ങിച്ച ഡേറ്റ് ഫെബ്രുവരി 2021. സോ സെയിൽ ഇസ് ദർ 5 lakh. ബാക്കി എത്രയുണ്ട്? 6 lakh. 6 lakh ആയിരിക്കും എൻ്റെ
ക്ലോസിങ് WDV ഇതിൻ്റെ മേലെ ഡിപ്രിസിയേഷൻ കാണണം. അപ്പം 6 ലാഖിൻ്റെ ഓക്കെ വിറ്റത് ഏതിൽ നിന്നായിരിക്കും? ഇതിൽ നിന്നും എടുത്തിട്ടുണ്ടാവും. ഇതിൽ ഫോർ എക്സ് ഇവിടെ ഈ 6 ലാഖ് ഇവിടെ വരും. 6 ലാഖ് എന്ന് പറഞ്ഞാൽ ഈ 1 ലാഖ് മുഴുവനായിട്ടും പോയിട്ടുണ്ടാവും അല്ലടാ, 1 ലാഖ് ഫുൾ പോയിട്ടുണ്ടാവും. അപ്പോൾ ഏതിൽ നിന്നാണ് ഉള്ളത്? ഈ ഒരു ഐറ്റം മാത്രം അവിടെ ബാലൻസ്, ഈ ഒരു ഐറ്റം മാത്രമാണ് അവിടെ ബാലൻസ്. സോ ഇതാണുണ്ട്, പുതിയ സാധനമാണ് ഇവിടെ ബാലൻസ് ഉള്ളത് അല്ല, കണ്ടാൽ മനസ്സിലാവുന്നില്ല. ഇത്ര വിറ്റു, സെയിൽ 5 ലാഖ്, ഇവിടെ ഓൾറെഡി WDV 1 ലാഖേ ഉള്ളൂ. സോ ഇതിൽ നിന്നും കഴിച്ച് ബാക്കിയായിരിക്കും ഇവിടുന്ന് എടുത്തിട്ടുണ്ടാവുക. സോ 6 ലാഖ് ബാലൻസ് വരുന്നത് ഈ ഫെബ്രുവരി 2021 വാങ്ങിച്ച 2021 കൺസ്ട്രക്ട് ചെയ്ത ഓഫീസ് ബിൽഡിംഗ് ആണ് വിൽക്കാണ്ട് അവിടെ വെച്ചിരിക്കുന്നത്. സോ 6 ലാഖിൻ്റെ ഓഫീസ് ബിൽഡിങ്ങിൻ്റെ റേറ്റ് 10% ആണ്, അതിൻ്റെ പകുതി 1/2 എഴുതാം, അല്ലെങ്കിൽ 50% എഴുതാം. സോ 3000 വരും, 30,000 വരും. സോ 30,000 ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്ലോക്ക് നമ്പർ 3 ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് 30,000 ആണ്. സോ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിൽ എഡീഷൻ ഒന്നുമില്ല. 30,000ൻ്റെ 10% 3,000. അടുത്ത നമ്മളെ ബ്ലോക്ക് നമ്പർ 4 കാറാണ്. സോ കാറിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ 8 ലാഖ്. സോ കാറിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ 8 ലാഖ്. വേറെ കാറിനെ പറ്റി വേറെ ഒരു ഡീറ്റെയിൽസും ഇല്ല. സോ 15% ഇവിടെ കണ്ടുവച്ചു. അടുത്ത വരുന്നത് ബ്ലോക്ക് നമ്പർ 5. ബ്ലോക്ക് നമ്പർ 5 ഇസ് അവർ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ 2,45,000. ഓക്കെ, സോ ഞാനിവിടെ എഴുതുവാണ് കമ്പ്യൂട്ടറിൻ്റെ WDV എത്ര പറഞ്ഞത്? 2,45,000 പ്ലസ് 2 പർച്ചേസ് ഉണ്ട്. ഒന്ന് 10th മെയ് ആണ് 40,000, 10th മെയ് 20 ആണ്. സോ 180 ഡേയ്സിൽ കൂടുതലുണ്ട്. ആൻഡ് അടുത്തത് വാങ്ങിച്ചിരിക്കുന്നത് 2nd ഒക്ടോബർ, അതും 180 ഡേയ്സിൽ കൂടുതലുണ്ട്. സോ 30,000. സോ ഇതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3,15,000 കിട്ടും. ഓക്കെ, സോ 3,15,000ൻ്റെ 40%, 3,15%ൻ്റെ 40%. ഓക്കെ, ഇനി ലാസ്റ്റ് ബുക്സ് ആണ്. ബുക്ക് 2 ബുക്കും കൂടെ ഒരുമിച്ച് എഴുതാം. 2,45,000 വരും. 2,45,000ൻ്റെ 40% ഇവിടെ, അതും ഇവിടെ എഴുതാം. ഓക്കെ, സോ ഇവിടെ കമ്പ്യൂട്ടർ മോർ ദാൻ 180 ഡേയ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഓഫീസ് ബിൽഡിംഗ് 180 ഡേയ്സ് ലെസ് ആണ്. സോ ഡിപ്രിസിയേഷൻ നേരെ പകുതിയാവും. 10 എന്നുള്ളത് 5 ആവും. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആദ്യം 10 കണ്ട് അതിനെ നേരെ പകുതിയാക്കും. അല്ലെങ്കിൽ ഈ ഡിപ്രിസിയേഷൻ്റെ റേറ്റ് തന്നെ എന്താക്കിയാൽ മതി, ഇതിനൊക്കെ പകരം ഇവിടെ 5% കണ്ടാൽ മതി, ഇതിൻ്റെ നേരെ പകുതി. ദാറ്റ്സ് യുവർ വിഷ്. ഇലുസ്ട്രേഷൻ നമ്പർ 38. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. കോസ്റ്റ് ഓഫ് കെയിൻ ക്രഷ്ഡ് ഷുഗർ കെയിൻ്റെ ആണ് കേട്ടോ, ഷുഗർ മില്ലാണ്. മാനുഫാക്ചറിങ്, പവർ ഫ്യൂവൽ, ഗ്രോസ് പ്രോഫിറ്റ്, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, സോ അടുത്തത് റെൻറ്റ് അലൗഡ് ആണ്, സാലറി അലൗഡ് ആണ്, സൺഡ്രി എക്സ്പെൻസ് അലൗഡ് ആണ്, ഡൊണേഷൻ PGBP അലൗഡ് അല്ല. സോ ആഡ് ബാക്ക് ചെയ്യണം. ഡിപ്രിസിയേഷൻ നോക്കി ചെയ്യണം. അഡ്വാൻസ് ടാക്സ് നോട്ട് അലൗഡ്, ആഡ് ബാക്ക് ചെയ്യണം. മാനേജ്മെൻറ്റ് എക്സ്പെൻസ് അലൗഡ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് കംസ് ദിസ് വൺ, മിസ്ലേനിയസ് ഇൻകം അലൗഡ് ആണ്, ബട്ട് ഗവൺമെൻറ് സബ്സിഡി ആണ്. സോ അലൗഡ് ആണ്. സോ ഇത് രണ്ടും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. Now here cane costing 3 lakh produced in a farm owned by the company was. ഇതെന്താ ഞാൻ ഒന്നും ചെയ്യാഞ്ഞത്? ബിക്കോസ് ഇതിന് ശേഷം വരുന്ന ഐറ്റമാണ്. എനിക്കിവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ് പ്രാധാന്യം. ഓക്കെ, സോ ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദിസ്. സോ വാട്ട് ഐ ഹാവ് ടു ചെക്ക് ദിസ് വൺ. ബട്ട് വേറൊരു കാര്യം ഇപ്പം വരും, ആ സമയത്ത് ഞാൻ പറയാം. ഇവിടെ അണ്ടർ വാല്യുവേഷൻ, ഓവർ വാല്യുവേഷൻ അങ്ങനെ എന്താണ്ടോ ഉണ്ട് സ്റ്റോക്കിൽ, നമുക്ക് നോക്കാം. കെയിൻ കോസ്റ്റിംഗ് 3 lakh പ്രൊഡ്യൂസ് ഇൻ എ ഫാം ഓൺ ബൈ ദ കമ്പനി വാസ് യൂസ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഷുഗർ. അപ്പോൾ ഷുഗർ ഉണ്ടാക്കാനുള്ള ഷുഗർ കെയിന് അയാളുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള നമ്മുടെ കരിമ്പിൻ തോട്ടത്തു നിന്നാണ് എടുക്കുന്നത്. ദ ആവറേജ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ സെയിം വാസ് 4 lakh. സോ 3 lakhൻ്റെ സാധനം അവിടെ നിന്ന് എടുത്തു, അതിൻ്റെ കോസ്റ്റ് പ്രൈസാണ് 3 lakh. അത് മാർക്കറ്റിൽ നിന്ന് ഇയാൾ വാങ്ങിക്കണമെങ്കിൽ അയാൾ എത്ര കൊടുക്കണമായിരുന്നു? 4 lakh കൊടുക്കണമായിരുന്നു. ഓക്കെ,
The company has the practice of valuing the stock at 10% less than the real value. So ഇവിടെ അണ്ടർ വാല്യുവേഷൻ ഉണ്ട് രണ്ടിലും. സ്റ്റോക്ക് എന്ന് പറയുന്നത് സോ ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ഓപ്പണിംഗ് സ്റ്റോക്ക്. സാലറി ഇൻക്ലൂഡ് 10,000 കോൺട്രിബ്യൂഷൻ ടു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. സോ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലത് അലൗഡ് അല്ല, സോ അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം ഈ 10,000. ഷുഗർ വർത്ത് 1,000 were distributed on local festival which is included in sundry expenses. So sundry expensiൽ ഇതും കൂടെ പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ത് ഓക്കെ ഷുഗർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതും കൂടെ ഇതിൽ പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് സൺട്രി എക്സ്പെൻസിൽ. ഇത് ഗിഫ്റ്റായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടാണോ എടുക്കാനെന്ന് എനിക്ക് സംശയം. ബിക്കോസ് ഇവിടെ തിരിച്ചത് ആഡ് ബാക്ക് ചെയ്തിട്ടില്ല. ചിലപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ ഗിഫ്റ്റായിട്ട് കൊടുത്ത പോലെ കണക്കാക്കിയതാവാം. ഓക്കെ, I have little bit doubt on it. ഓക്കെ, അല്ലെങ്കിൽ ഇത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ബട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ലോക്കൽ ഫെസ്റ്റിവലിൻ്റെ സീസണിലാണ്. സോ ദിവാലിക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതാവാം ഐ ഡോണ്ട് നോ. സോ ഗിഫ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് രീതിയിൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് നമ്മൾ ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, അങ്ങനെ ആയിരിക്കാം. നൗ ഡിപ്രിസിയേഷൻ അഡ്മിസിബിൾ ഫോർ ദി ഇയർ 3,40,000. സോ ഇവിടെ 4,00,000 ആണുള്ളത്, 3,40,000 മാത്രം അഡ്മിസിബിൾ. സോ എക്സസ് ഡിപ്രിസിയേഷൻ ആണ്. സോ 60,000 ആണ് എക്സസ് ഡിപ്രിസിയേഷൻ, ആഡ് ബാക്ക് ചെയ്യണം. സോ നമുക്ക് നോക്കാം ഈ 2 പോയിൻറ്റ്. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതാണ്. സോ ഈ 2 പോയിൻറ്റ് നമുക്ക് എടുത്തിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ് ശ്രദ്ധിച്ചോളെ. ഫസ്റ്റ് പോയിൻറ്റ്, നമ്മൾ സ്വന്തമായിട്ട് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ കയ്യിൽ ഫാമുണ്ട്. സോ ആ ഫാമിൽ നിന്ന് 3,00,000 ഷുഗർ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ നിങ്ങൾ എത്ര കൊടുക്കണമായിരുന്നു? 4,00,000. സോ ഇവിടെ നിങ്ങൾക്ക് 1,00,000 രൂപയുടെ ഒരു സം ഇൻകം ഇസ് ദർ. 3,00,000 നിങ്ങൾക്ക് കിട്ടി ബിക്കോസ് യു ആർ പ്രൊഡ്യൂസിങ് ഇറ്റ്. പുറത്തുനിന്ന് ഇത് വാങ്ങിക്കണമെങ്കിൽ എത്ര കൊടുക്കണം? 4,00,000. സോ ഈ 1,00,000 ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുക. അയാൾ അഗ്രികൾച്ചർ ചെയ്തു, അയാൾ കൃഷി ചെയ്തുകൊണ്ടല്ലേ ഇയാൾക്ക് ഇത് ഏൺ ചെയ്യാൻ പറ്റിയ. സോ ഇതിനെയാണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുക. അഗ്രികൾച്ചറൽ ഇൻകം നെറ്റ് പ്രോഫിറ്റ് നിങ്ങളിവിടെ ലെസ് ചെയ്യണം. ബിക്കോസ് ഈ സംഭവം ഉണ്ടാവുമല്ലോ, ഈ സാധനം സ്റ്റോക്കിൽ അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും. ഈ സാധനം സ്റ്റോക്കിൽ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നെറ്റ് പ്രോഫിറ്റ് നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം അഗ്രികൾച്ചർ ഇൻകം. ബിക്കോസ് അത്രയും കണ്ട് നെറ്റ് പ്രോഫിറ്റ് അധികമായിട്ടുണ്ടാവും ഇവിടെ. ഈ അഗ്രികൾച്ചറൽ ഇൻകം കൂടി ഏതിൽ വന്നിട്ടുണ്ടാവും? നെറ്റ് പ്രോഫിറ്റിൽ. സോ അത് ലെസ് ചെയ്ത് കാണിക്കണം ഈ 1,00,000. സോ വാട്ട് ഈസ് യുവർ നെറ്റ് പ്രോഫിറ്റ്? ഹൗ മച്ച് നെറ്റ് പ്രോഫിറ്റ്? 2,50,000. ഈ 2,50,000 ഈ 1,00,000 മൈനസ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ കാണിക്കണം. Now comes your second point. കമ്പനി പ്രാക്ടീസ് ഉണ്ട് 10% ലെസ്സിൽ വാല്യൂ ചെയ്യാൻ. സോ അണ്ടർ വാല്യുവേഷൻ ആണ്. ഓക്കെ, അണ്ടർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. അണ്ടർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യണം, അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെ. സോ ഇത് ആദ്യം കണ്ടുപിടിക്കുക. അതിന് കണ്ടുപിടിക്കുക ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എടുക്കണം. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 3,00,000. സോ ഞാനിവിടെ എഴുതി 3,00,000. ഇവിടെ 10% ബിലോ എന്നാണ് പറയുന്നത്. സോ ഞാൻ നേരിട്ട് കണ്ടുപിടിക്കുന്ന രീതി ഫോളോ ചെയ്യുകയാണ്. ഇത് ഞാൻ ഇല്ലുസ്ട്രേഷൻ നമ്പർ 29 നല്ല വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് പോയി കാണാൻ അറിയാത്തവർ. 10 ഡിവൈഡഡ് ബൈ ബിലോ ആണ്. സോ ഇവിടെ എന്തെഴുതും? 100 മൈനസ് 10. 100 മൈനസ് 10 90. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ടിട്ട് എത്രയാണോ എക്സസ് ആ ഫിഗർ കിട്ടും. ഓക്കെ, സോ ഇവിടെ കിട്ടിയിരിക്കുന്നത് 3,3,3,3,3. സോ ഇത് ലെസ് ചെയ്യണം, ഈ ഒരു എമൗണ്ട് ലെസ് ചെയ്യണം. ഇനി അതേപോലെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 8,00,000. സോ 8,00,000 ഇൻറ്റു 10/90. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 888 1 2 3 4 5 5 8 കിട്ടും. ലാസ്റ്റ് 8 9 ആക്കും. സോ ഇത് ആഡ് ചെയ്യണം, ഇത് ലെസ് ചെയ്യണം. ഓക്കെ, സോ ആഡ് ചെയ്യണം, ലെസ് ചെയ്യണം. This is your solution. Okay. Illustration number 39. Indian Cable Limited present the following details regarding their income from business. Net profit തന്നിട്ടുണ്ട്. Contribution to approved gratuity fund 1,00,000. So അത് ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇതിൽ സെക്ഷൻ 43B applicable ആണ്. ബട്ട് അതായത് ഫയലിംഗ്
മുന്നേ പേ ചെയ്തിരിക്കണം. ബട്ട് ഇവിടെ ഒന്നും പറയാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ ഇത് അലൗഡ് ആണ്. പ്രൊവിഷൻ ഫോർ ബോണസ് നോ, പ്രൊവിഷൻസ് ഒന്നും അലൗഡ് അല്ല. സോ പ്രൊവിഷൻസ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. പ്രൊഫഷണൽ ഫീ പെയ്ഡ് ടു ഓഡിറ്റർ ഹാഫ് ഫോർ ഇൻകം ടാക്സ് മാറ്റർ. എന്ത് പർപ്പസ് ആയിക്കോട്ടെ, ഇൻകം ടാക്സിൻ്റെ പർപ്പസിനായാലും ഓഡിറ്റേഴ്സിന് കൊടുക്കുന്ന ഫീ അലൗഡ് ആണ്. 20,000 ഒന്നും ചെയ്യണ്ട. സാലറി പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ വിത്തൗട്ട് ഡിഡക്റ്റിംഗ് ടാക്സ് അറ്റ് സോ ഇത് തിരിച്ച് ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. ബിക്കോസ് TDS കട്ട് ചെയ്തിട്ടില്ല. കമ്പനി ഷിഫ്റ്റഡ് ബിസിനസ് ടു എ ന്യൂ പ്ലേസ്, അതിനുള്ള എക്സ്പെൻസ് നമ്മൾ പഠിച്ചതാണ്. അത് അലൗഡ് അല്ല. നമുക്ക് കാണുമ്പോൾ ഞാൻ അവിടെയും പറഞ്ഞിട്ടുണ്ട് ഇതെന്താ അലൗ ചെയ്തുകൂടെ, ബട്ട് ഇത് അലൗഡ് അല്ല. 20,000 തിരിച്ച് നിങ്ങൾ ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, സോ ദിസ് ആഡ് ബാക്ക് ചെയ്യണം. 3 ഐറ്റംസ് ഇപ്പോൾ ആഡ് ബാക്ക് ചെയ്യാൻ കിട്ടി. അടുത്തത് സ്റ്റാമ്പ് ഡ്യൂട്ടി പെയ്ഡ് ഫോർ പ്രോപ്പർട്ടി ടേക്ക് ഓൺ ഷോർട്ട് ടേം ലീസ്. സ്റ്റാമ്പ് ഡ്യൂട്ടി അലൗഡ് ആണ്. അടുത്തത് എക്സ്പെൻസ് ഫോർ റിനോവേറ്റിംഗ് ടോയ്ലറ്റ്സ്, റിനോവേഷൻ എക്സ്പെൻസ് അലൗഡ് ആണ്. ട്രാൻസ്ഫർ ടു ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട് ക്യാപിറ്റൽ നേച്ചർ എക്സ്പെൻസ് ആണ്. സോ ഡിസലൗഡ് ആണ്, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അത്രയേ ഉള്ളൂ. ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഒന്നുമില്ല. ഓൾ ദി എബവ് എല്ലാ ഐറ്റവും ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ചാർജ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ആ ഒരു പോയിന്റ്. ഓക്കെ, ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് നോട്ട് അലൗഡ് ബിക്കോസ് ഇറ്റ് ഈസ് എൻ എക്സ്പെൻഡിച്ചർ ഓഫ് ക്യാപിറ്റൽ നേച്ചർ. സി, അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് ക്ലിയറായി. സോ ഞാൻ വിചാരിക്കലുണ്ട് അത് എൻ്റെ മനസ്സിൽ ഈ ലോറിക്കൊക്കെ കൊടുക്കുന്ന ഷിഫ്റ്റിംഗ് ചാർജ് ആയിരുന്നു മനസ്സിൽ. ബട്ട് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതുകൊണ്ടാണ് അത് അലൗ ചെയ്യാത്തത്. ഓക്കെ, അടുത്തത് illustration number 40. Mr. X is engaged in ready-made garment business. During the year 2021, he made a taxable net profit. He has a smuggling business also. Smuggling business and illegal business is there. For the year 2021, he prepared the following P&L account for smuggling business: transport charge, rent, bribes to police officers, penalty imposed by the police, goods confiscated by the customs authorities, sale of smuggled goods, net loss. He has a house property having annual value which has let out to the bank at the rate of 20,000 per month. Municipal tax is given. He has a loan taken for the construction of the house. Construct ചെയ്യാൻ വേണ്ടി ഒരു ലോൺ എടുത്തിട്ടുണ്ട്. He could not recover 2 months salary. So ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റ് ചെയ്ത ഇൻഫർമേഷൻ ആണ്. സോ ഇതിൽ തന്നിരിക്കുന്നത് ഒരു സ്മഗ്ലിംഗ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ്. സോ ലെറ്റ്സ് റീഡ് സം പോയിന്റ്സ് ഹിയർ. ഇത് പഠിക്കലുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. നിങ്ങൾ ഓക്കെ, മര്യാദയ്ക്ക് എനിക്ക് ആരും റിപ്ലൈ ഒന്നും തരത്തില്ല. സോ വാട്ട് ഐ ക്യാൻ ഡു, ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ ഫോർ അസസിങ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. See, assessee may carry out a business himself or through his representative. However, a person will be assessed only if he has the right to carry on the business. Similarly, ആരായിക്കോട്ടെ അയാൾക്ക് വേണ്ടി ചെയ്താലും അയാളായാലും ഇറ്റ് ഇസ് PGBPയിൽ വരും. PGBPയിൽ ലീഗൽ ഓഫ് ബോത്ത് ലീഗൽ ആൻഡ് ഇല്ലീഗൽ ബിസിനസ് ആർ ടാക്സബിൾ. So smuggling is also taxable. Lawful expense of illegal expense can be deducted from the income of that business. അപ്പോൾ നിയമപരമായിട്ട് വരുന്ന എക്സ്പെൻസുകൾ നമുക്ക് ഈ അതായത് ഇല്ലീഗൽ ബിസിനസ്, ഇവിടെ നമ്മൾ സ്മഗ്ലിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്മഗ്ലിംഗ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ഏതൊക്കെ എക്സ്പെൻസ് ലെസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ലീഗൽ ലോഫുൾ ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസും ഡിഡക്ഷൻ കിട്ടും. ഒന്നിൽ കൂടുതൽ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾ വായിക്കണം. എഗ്രിഗേറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ബിസിനസ് ഉണ്ട്, എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇൻകം മീൻസ് പ്രോഫിറ്റ് ആൻഡ് നോട്ട് ഗ്രോസ് റിസീറ്റ്. റിസീറ്റ് മാത്രമല്ല, റിസീറ്റിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഗ്രോസ് റിസീറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കിട്ടിയത് മാത്രം, അതിൽ നിന്ന് എക്സ്പെൻസ് ഒന്നും മൈനസ് ചെയ്യാൻ വേണ്ടിയിരിക്കുമ്പോൾ ഗ്രോസ് റിസീറ്റ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, സോ profit of each business computed separately. Permissible deduction are to be made against income for rest common expense should be appropriate. Okay, അടുത്തത്
ടാക്സ് ചാർജ് ചെയ്യുക ഒരുമിച്ചിട്ട്. ഇപ്പോൾ ഫുള്ളെല്ലാം ആഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മേലെയാണ് ടാക്സ് ചാർജ്. 5 ബിസിനസ് ഉണ്ടെങ്കിൽ 5 ബിസിനസ്സിൻ്റെ പ്രോഫിറ്റും കൂടി ഇവിടെ എഴുതും. എന്നിട്ട് എല്ലാം 5 എണ്ണം ആഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് ടാക്സ് ചാർജ് ചെയ്യാന്ന് ഇവിടെ എഴുതിയത്. ഇവിടെ ഓരോ ബിസിനസ്സിൻ്റെയും പ്രോഫിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് കാണണം. ഓരോന്നിലും എന്തൊക്കെയാണോ ഡിഡക്ഷൻ വരുന്നത് അത് ഓരോന്നൊന്നും കൊടുക്കണം എന്നാണ് ഇവിടെ എഴുതിയത്. പിന്നെ സ്പെക്കുലേറ്റീവ് ബിസിനസ് സെപ്പറേറ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യണം. ഇഫ് ഹീസ് ഡൂയിങ് എ സ്പെക്കുലേഷൻ ബിസിനസ് അതെന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് കാണുമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബാക്കി പോയിന്റ്സ് നിങ്ങൾ വായിക്കണം. ഓക്കെ, വായിച്ചേക്കണം. എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ ഇവിടെ എൻ്റെ പോയിന്റ്സ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബോത്ത് ലീഗൽ ആൻഡ് ഇല്ലീഗൽ ബിസിനസ് ആർ ടാക്സബിൾ. നമുക്കിനി നമ്മളെ സ്മഗ്ലിങ്ങിലോട്ട് പോവാം. റൈറ്റ്, ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്യുക, സ്മഗ്ലിംഗ് ബിസിനസ് എന്നുള്ള സോ ഇവിടെ നെറ്റ് ലോസ് ആണ്. സോ ഇവിടെ നമ്മൾ -1 lakh എന്ന് എഴുതാം. ഞാൻ ഒന്നും കൂടി നോക്കുവാണ്. ട്രാൻസ്പോർട്ട് ചാർജ് അലൗഡ്, റെൻ്റ് അലൗഡ് ആണ്. ബ്രൈബ് ചാർജസോ നോ, അലൗഡ് അല്ല. ലീഗൽ ആണോ അല്ല. സോ ഇത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. പെനാൽറ്റിയോ നോ, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഇതോ നോ, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. സോ വേറെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ തിരിച്ച് നിങ്ങൾ ആഡ് ബാക്ക് ചെയ്യുക. സോ നിങ്ങളുടെ ഇൻകം ഫ്രം സ്മഗ്ലിംഗ് ബിസിനസ്സോ എത്രയാ, -10,000. ഓക്കെ, ഇനി അടുത്തത് മിസ്റ്റർ എക്സ് ഈസ് എൻഗേജ്ഡ് ഇൻ റെഡിമെയ്ഡ് ഗാർമെൻറ്റ് ബിസിനസ്. ഡ്യൂറിങ് ദ ഇയർ ഹീ മെയ്ഡ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 2,10,000. സോ അയാൾക്ക് റെഡിമെയ്ഡ് ബിസിനസ് എന്നുള്ള ലാഭം എത്രയാ, 2,10,000. ഇതിൻ്റെ വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇൻകം ഫ്രം ഗാർമെൻറ്റ് ബിസിനസ് എത്രയാ, 2,10,000. സോ ഇൻകം ഫ്രം സ്മഗ്ലിംഗ് ബിസിനസ് എത്രയാ, this one -10,000. സോ ഇവിടെ നമ്മൾ എഴുതണം. ഓക്കെ, സോ ഇവിടെ ഇതുണ്ടല്ലോ, സ്മഗ്ലിംഗ് ബിസിനസ്സിൽ ഇവിടെ വന്നിരിക്കുന്നത് ലോസാണ്. ഈ ലോസ് ഉണ്ടല്ലോ വേറൊരു ബിസിനസ് ഇൻകത്തുനിന്നും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ലോസ് ഫ്രം ഇല്ലീഗൽ ബിസിനസ് കനോട്ട് ബി ക്യാരി ഫോർവേഡും ചെയ്യാൻ പറ്റില്ല. ആൻഡ് സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ ഇൻകം. നിങ്ങൾ തന്നെ പറ, സ്മഗ്ലിംഗ് ബിസിനസ് ഉണ്ടാക്കി നഷ്ടമായി, നമ്മളോട് പറയുന്ന നഷ്ടമായി, നിങ്ങൾ അടുത്ത കൊല്ലം വേണ്ടിക്ക് സെറ്റ് ഓഫ് ചെയ്തു എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. സോ ലോസ് ഫ്രം ഇല്ലീഗൽ ബിസിനസ് കനോട്ട് ബി ക്യാരി ഫോർവേഡ് ഓർ സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ ഇൻകം. അപ്പോൾ ഈ 10,000 ലോസ് തന്നെ. ഇവിടെ നമ്മൾ ടോട്ടൽ ഇൻകം കാണുമ്പോൾ ഈ ലോസിനെ കൺസിഡർ ചെയ്യരുത്. നമുക്കിത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതരുത്. ബിക്കോസ് ഇതെന്താ, സ്മഗ്ലിംഗ് ബിസിനസ്സാണ്, ഇത് നോർമൽ ബിസിനസ്സാണ്. സോ ഇത് രണ്ടും ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല. ഒരു സ്ഥലത്തുനിന്നും നമുക്കിതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഏത് ഹെഡിൽ നിന്നായിക്കോട്ടെ എവിടെ നിന്നായിക്കോട്ടെ ഇല്ലീഗൽ ബിസിനസ്സിനെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇല്ലീഗൽ വേറെ ബിസിനസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പറ്റും, അല്ലാണ്ട് വേറെ ബിസിനസ്സൊന്നും എടുത്തിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ അത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അടുത്തത് 41 ചെയ്തതാണോ, 41 എല്ലാം തോന്നുന്നല്ലേ. ഓക്കെ, on 1/4/2020 WDV ഓഫ് ബ്ലോക്ക് ഓഫ് 10 മെഷീൻസ്. സോ 10 മെഷീനുള്ള ഒരു ബ്ലോക്ക് ഉണ്ട്. അതിൻ്റെ ഓപ്പണിംഗ് WDV തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിപ്രിസിയേഷൻ്റെ റേറ്റും തന്നിട്ടുണ്ട്. ന്യൂ മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്, ഡേറ്റ് തന്നിട്ടുണ്ട് വാങ്ങിച്ചത്. മാർച്ച് 2021 എല്ലാ മെഷീനറിയും ഓൾ ദ 10 ഓൾഡ് മെഷീൻ വാസ് സോൾഡ്. അപ്പോൾ ഈ പുതിയ വാങ്ങിയ മാത്രം ആടെ ഉണ്ട്, ബാക്കി 10 എണ്ണം വിറ്റ്. കമ്പ്യൂട്ട് ദ ഡിപ്രിസിയേഷൻ അലവൻസ് ആൻഡ് അസെറ്റ്സ് നോട്ട് എലിജിബിൾ ഫോർ അഡീഷണൽ ഡിപ്രിസിയേഷൻ. സോ ഇവിടെ അഡീഷണൽ ഡിപ്രിസിയേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാനിവിടെ എഴുതുവാണ്. WDV ഓപ്പണിംഗ് എന്ന് എഴുതാം 1/4/2020. എത്ര, 25. സോ പർച്ചേസ് ഉണ്ട്. സോ പർച്ചേസ് ഞാനിവിടെ ആഡ് ചെയ്യുവാണ്. പർച്ചേസ് ചെയ്ത ഡേറ്റ് ഡിസംബർ 2020. സോ ഡിസംബർ 2020. സോ ലെസ് ദാൻ 180 ഡേയ്സ് ആണോ എന്ന് കൗണ്ട് ചെയ്യുക. ലെസ് ദാൻ 180 ഡേയ്സ് ആണ് ഡിസംബർ 2020 എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ വെറുതെ എഴുതട്ടെ, ലെസ് ദാൻ 180 ഡേയ്സ്. അത് എത്ര പൈസേൻ്റെയാണ് വാങ്ങിച്ചത്, 4 lakh. സോ പർച്ചേസ് 4 lakh. രണ്ടും ആഡ് ചെയ്ത് 29 lakh ആണ് കിട്ടിയത്. ഇതിൽ നിന്ന് നമ്മൾ സെയിൽ മൈനസ് ചെയ്ത് സെയിൽ ഇസ് 1 lakh. സെയിൽ 1 lakh. സോ ഇവിടെ വരും 28 lakh. ഇതാണ് ക്ലോസിങ് WDV. ഈ ക്ലോസിങ് WDVൻ്റെ മുകളിൽ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. സോ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ
എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്ന? 180 ഡേയ്സിൽ കുറവുള്ള സാധനം ഉണ്ട്. ഓക്കെ, സോ പുതിയ മെഷീനറി അതേപോലെ തന്നെ ഉണ്ടാവും 4 lakh. സോ ഇത് കഴിഞ്ഞ് ബാക്കി ഇവിടെ എഴുതണം. ബാക്കി എന്ന് പറഞ്ഞാൽ 24 lakh. ഈ 24 lakhന് എത്ര പൈസ? 25%. 25% ഈ 4 lakh ലെസ് ദാൻ 180 ഡേയ്സ് ആണ്. സോ ഇതിന് 25ൻ്റെ നേരെ പകുതി 12.5% വരും. സോ 4 ലക്ഷത്തിൻ്റെ 12.5% 50,000 പ്ലസ് 2,40,000ൻ്റെ 25% എന്ന് പറഞ്ഞാൽ 6 lakh. സോ 6,50,000 ആണ് ഡിപ്രിസിയേഷൻ വരിക. സോ ഡിപ്രിസിയേഷൻ അലവൻസ് ഈസ് ഈക്വൽ ടു 6,50,000. ഇത് രണ്ടും ലെസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഓപ്പണിംഗ് WDV. ഏതാ മന്ത്, ഏതാ ഡേറ്റ്? 1/4/2021. ഇത് രണ്ടും ലെസ് ചെയ്യും. ഇവിടെ കിട്ടിയിട്ടുണ്ട് 6,50,000. ഓക്കെ, സോ ബ്ലോക്കിൽ 10 മെഷീനറി വിറ്റിട്ടുണ്ടല്ലോ ടീച്ചറെ, അപ്പോൾ ഇതിനെന്തിനാണ് അടുത്തത്? നോ ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യനേ ചോദിക്കേണ്ട. മൊത്തം ഒന്നായിട്ടാണ് ട്രീറ്റ് ചെയ്ത് മുഴുവൻ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഡിപ്രിസിയേഷൻ ഇല്ലാക്കി എടുക്കണം. അല്ലാത്ത കേസിൽ കാൽക്കുലേഷൻ ഇങ്ങനെ തന്നെയാണ് വരിക. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ചെയ്തതാണ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 42. സോ എല്ലാം കാണുക, നോക്കുക, കണക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, റിപ്ലൈ തരിക എനിക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ. സോ ബാക്കി നമുക്ക് റിവൈസിൻ്റെ സമയത്ത് ഒന്നും കൂടെ പറയാം. റിവിഷൻ ചെയ്യണമെങ്കിൽ നിങ്ങളിതെല്ലാം ഒരു തവണയെങ്കിലും കാണണം. സോ ദാറ്റ്സ് ഓൾ.